തസ്കിയ 273 സ്വഹാബി ചരിതം 4 തുടർച്ച. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്നു. തദവസരം അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരെയും കാണുന്നു. അവരോടായി തിരുദൂതർ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ? വിശപ്പ് കൊണ്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ നബി തങ്ങളുടെ മറുപടി, ഞാനും വിശന്നിട്ടു തന്നെയാണ് പുറത്തേക്ക് വന്നത്. വരൂ, നമുക്ക് പോകാം. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കിപ്പോയി. തദവസരം അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യ സ്വീകരിച്ചിരുത്തി. ശുദ്ധജലം അന്വേഷിച്ച് പുറത്തുപോയ അബുൽ ഹൈസം പെട്ടെന്ന് വന്നു. തൻ്റെ വിശാലമായ തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി സൽക്കരിച്ചു. നല്ല പാകമായ കാരക്കക്കുല വെട്ടിക്കൊണ്ടുവന്ന് അവർക്ക് നൽകി. ആടറുത്ത് വിഭവമൊരുക്കി. 3 പേരും ഭക്ഷിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 2 സഹചാരികളോട് പറഞ്ഞു, ലതുസ്അലുന്ന അൻ ഹാദൻ നഈം, ഈ വിഭവ സമൃദ്ധമായ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. ഇക്കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രതിപാദിച്ചത്. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠ 2 സ്വഹാബികളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിൽ അവർ ചെന്ന അബുൽ ഹൈസം റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിവൃദ്ധിയുള്ള സ്വഹാബിയാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അത്തരക്കാരും ഉണ്ട്. ആ സ്വഹാബി വര്യൻ സ്വയം കർമ്മനിരതരാണ്. തനിക്ക് ഹാദിമും ഭൃത്യനും ഒന്നുമില്ല. സ്വന്തം അധ്വാനിച്ചുകൊണ്ട് മക്കളെ പോറ്റുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതക്കാരനാണ്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിനക്ക് സെർവൻ്റ് ഉണ്ടോ, നിന്നെ സഹായിക്കാനും സേവനം ചെയ്യാനും ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പോൾ സഹായിക്കാമെന്ന് കരുതി അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ അരികിൽ വല്ല അടിമകളും വന്നാൽ നീ വന്നോ, ഞാൻ നിനക്ക് തരാം, ഒരു ഹാദ്യമായിട്ട് തരാം. അങ്ങനെ ഇരിക്കെയാണ് 2 പേർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തുന്നത്. ആ സമയം അബുൽ ഹൈസം റളിയല്ലാഹു തആല ചെന്നപ്പോൾ അദ്ദേഹത്തോട് തിരുനബി പറഞ്ഞു, ഇഖ്തർ മിൻഹുമ, ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. നിന്നെ ജോലിയിൽ സഹായിക്കാനും അതുപോലെ കൃഷിയിൽ സഹായിക്കാനൊക്കെ ഉപകരിക്കും. നിന്റെ സ്വത്ത് സമൂഹത്തിന് ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. യാ നബിയല്ലാഹി ഇഖ്തർ ലീ, എനിക്ക് വേണ്ടി അങ്ങു തന്നെ ഏറ്റവും നല്ല ഒരടിമയെ തിരഞ്ഞെടുത്ത് തരികയാണ് നല്ലത്. ഇവിടെയാണ് നാം ഒരു പാഠം പഠിക്കേണ്ടത്. അങ്ങനെ ഒരു മഹാൻ പറഞ്ഞാൽ നാം സ്വന്തം താല്പര്യത്തിന് തിരഞ്ഞെടുക്കാതെ അവരേൽപ്പിക്കലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുസ്തശാറ മുഅ്തമൻ, അതെ, എന്നോട് കൂടിയാലോചിച്ചതല്ലേ, കൂടിയാലോചിക്കപ്പെട്ടവൻ എപ്പോഴും വിശ്വസ്തനായിരിക്കണം, വിശ്വാസവഞ്ചന നടത്തരുത് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അദ്ദേഹത്തോട് പറയാൻ, ഹുദ് ഹാദ, ആ അടിമയെ എടുത്തോ, ഫഖദ് റഅയ്തുഹു യുസല്ലി, അവൻ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അള്ളാഹുവിനോട് പാലിക്കേണ്ട ഹക്ക് പാലിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നിൻ്റെ ഹിദ്മത്തിന് പറ്റിയ ആളാണ്, കൊണ്ടുപോയിക്കോ. വസ്തോസ് ബിഹി മാറൂഫ്, അടിമയാണെന്ന് കരുതി പീഡനം വരുത്, മാന്യമായിട്ട് നല്ല നിലയിൽ അവനോട് വർത്തിക്കണം. മഹാനായ അബുൽ ഹൈസം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത അടിമയുമായിട്ട് വീട്ടിലെത്തി ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം പറഞ്ഞു കൊടുത്തപ്പോൾ ഭാര്യ പറയാണ്, നല്ല ബുദ്ധിമതിയും
ഗുണകാംക്ഷിയുമായ സൽസ്വഭാവിനിയായ പെണ്ണ് പറയാൻ, എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആ അടിമയോട് നല്ല നിലയ്ക്ക് വർത്തിക്കാനല്ലേ? മുത്തനബി പറഞ്ഞിട്ടുള്ള കാര്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അടിമത്വത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കണം, എന്നിട്ട് ഫ്രീ ആക്കി സ്വതന്ത്രമാക്കി വിടണം. അപ്പോഴേ കാര്യം നടക്കുള്ളൂ. നമുക്ക് അധ്വാനിക്കാൻ ആഫിയത്ത് ഇപ്പോഴുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തന്നെ കഴിയും. അതുകൊണ്ട് നമുക്ക് സ്വന്തം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അടിമയെ വേല ചെയ്യിപ്പിക്കേണ്ടതില്ല. അവനെ മോചിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നല്ലതുമായി വർത്തിക്കണം എന്ന ആ ഒരു ഉപദേശം സമ്പൂർണ്ണമായി പ്രാവർത്തികമാക്കാൻ കഴിയൂ. നല്ല ദിഷണാപരമായിട്ടൊരു ഉപദേശമായിരുന്നു അത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ പ്രിയപ്പെട്ട ഭർത്താവും അത് അംഗീകരിച്ചുകൊണ്ട് ആ അടിമയെ മോചിപ്പിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ നബിത്തങ്ങളെ പ്രതികരണം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ ലം യബ്അസ് നബിയ്യൻ വലാ ഖലീഫത്തൻ ഇല്ലാ വലഹു ബിത്വാനത്താനി. ഏതൊരു നബിയെയും ഖലീഫയെയും അള്ളാഹു നിയോഗിക്കുമ്പോൾ രണ്ട് സ്വകാര്യസ്ഥർ അവർക്കുണ്ടാവും. ഒന്ന് ബിത്വാനത്തുൻ തുമറുഹു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവർ. മറ്റൊന്ന് തൻഹാഹു അനിൽ മുങ്കരി, ചീത്ത കാര്യങ്ങളെ വിരോധിക്കുന്നവർ. നന്മ കൽപ്പിക്കുകയും ചീത്ത കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വകാര്യ സ്വഭാവമുള്ള വ്യക്തി ഏതൊരു നബിക്കും ഖലീഫക്കും ഉണ്ടാവും. അതുപോലെ ബിത്വാനത്തുല്ലാത്ത ഒലുഹു ഹബാല, നല്ലത് കൽപ്പിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. വമയ്യൂക്ക ബിത്വാനത്ത് സൂയി ഫഖദ് വുക്കിയ, മോശമായ ബിത്വാനത്തില്ലാതെ സംരക്ഷിക്കപ്പെട്ടാൽ അവൻ സംരക്ഷിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞിട്ട് മഹാനായ അബുൽ ഹൈസം റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു കൊടുത്തിട്ടുള്ള സ്വകാര്യ സ്വഭാവം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നല്ല സൽസ്വഭാവിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രത്തിലെ ഒരു ചെറിയ അധ്യായമാണ് നാം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഇതിലൊരുപാട് പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ശ്രവിക്കാം.